ഹിസ്റ്ററിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹിസ്റ്റോറിയോഗ്രഫിയിൽ നിന്നും കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള ടോപ്പിക്കാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഇൻ മോഡേൺ ഇന്ത്യ വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ്. മോഡേൺ ഇന്ത്യയിൽ ഹിസ്റ്റോറിയോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇന്ത്യ ഹാഡ് ഹർ ഓൺ ട്രഡീഷൻ ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. നമുക്കറിയാം, ഇന്ത്യക്ക് അതിൻ്റെതായ ഒരു ഹിസ്റ്ററി റൈറ്റിംഗ് ട്രഡിഷൻ ഉണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ഒരു ചരിത്ര രചനാ പാരമ്പര്യമുണ്ട്. A different method of writing history was introduced here by the British colonialist. അപ്പൊ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള ആ ഒരു മെത്തേഡിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ രീതി, a different method of writing history was introduced in India, in modern India, by the British colonialist. Having been trained in the European method of writing history, they measured Indian history with the European yardstick. മോഡേണൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററിയുമായിട്ട് വളരെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളാണ് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവര് ഇന്ത്യൻ ചരിത്രത്തെ സമീപിക്കുന്നത് ഒരു യൂറോപ്യൻ അളവുകോലിലൂടെയാണ്. ടു ദം എവറിത്തിങ് നോൺ യൂറോപ്യൻ വാസ് അൺകൾച്ചേർഡ്. അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ അല്ലാത്ത, നോൺ യൂറോപ്യനായ എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും അൺകൾച്ചേർഡ് ആയിട്ടാണ് അവര്, അല്ലെങ്കിൽ സംസ്കാര ശൂന്യമായിട്ടാണ് അവർ കാണുന്നത്. Therefore, they presented pre-colonial Indian history as dark and pagan. അതുകൊണ്ട് തന്നെ അവര് കൊളോണിയൽ കാലഘട്ടത്തിന് മുൻപുള്ള ഇന്ത്യയുടെ ചരിത്രത്തെ അപരിഷ്കൃതമായിട്ടോ ഇരുണ്ട ചരിത്രമായിട്ടോ ഒക്കെ ആയിട്ടാണ് അവര് ചിത്രീകരിക്കുന്നതും അവർ കാണുന്നതും. They were motivated by the evangelical and utilitarian perspectives. ഈ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ, അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി രചിച്ച ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾക്ക് ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവരെ പ്രചോദിപ്പിച്ചത് കൂടുതലും ഇവാഞ്ചലിക്കൽസിൻ്റെയും അല്ലെങ്കിൽ മിഷണറീസിൻ്റെയും അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ തിങ്കേഴ്സിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടുകളാണ്. എന്താണ് ഈ യൂട്ടിലിറ്റേറിയൻ കാഴ്ചപ്പാട്? അതായത് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിലുള്ള ഇവാഞ്ചലിക്കൽസിൻ്റെയും യൂട്ടിലിറ്റേറിയൻസിൻ്റെയും കാഴ്ചപ്പാട്, വീക്ഷണം എത്തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് ഈ ക്ലാസ് തുടരവേ പഠിക്കാം. The evangelist believed that theirs was a civilizing mission. ഇവാഞ്ചലിക്കൽസ് അല്ലെങ്കിൽ മിഷണറീസ് എപ്പോഴും വിശ്വസിച്ചിരുന്നത് അവരുടെ ദൗത്യം, ഇന്ത്യയിൽ അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഒരു സിവിലൈസിങ് മിഷനാണ്, അല്ലെങ്കിൽ അപരിഷ്കൃതരായ ഒരു ജനതയെ പരിഷ്കൃതരാക്കുക, മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് അവർക്കുള്ളത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആൻഡ് ദ യൂട്ടിലിറ്റേറിയൻസ് തോട്ട് ഇറ്റ് ദെയർ ഡ്യൂട്ടി ടു ഇൻട്രൊഡ്യൂസ് പ്രോഗ്രസീവ് അഡ്മിനിസ്ട്രേഷൻ. അതേസമയം യൂട്ടിലിറ്റേറിയൻസിന്റെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ വീക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതുവരെ വളരെ അപരിഷ്കൃതമായ ഒരു സാഹചര്യത്തിൽ ഒരു അഡ്മിനിസ്ട്രേഷന്റെ കീഴിലായിരുന്ന ഇന്ത്യൻ ജനതയെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, പുരോഗമനപരമായിട്ടുള്ള ഒരു ഭരണ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് അവർ വിശ്വസിച്ചു. ദസ് ബോത്ത് ഓഫ് ദം വെയർ ലെജിറ്റിമൈസിങ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. അപ്പൊ ഇവിടെ ഈ ഇവാഞ്ചലിക്കൽസും അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയൻസും ഒരുപോലെ അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെയാണ്. അപ്പൊ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകാവുന്ന നേട്ടങ്ങളെ അവര് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും അതുപോലെ തന്നെ
this style of historical writing aiming at the justification of colonial rule came to be known as colonial historiography. അപ്പോൾ ഇത്തരത്തിൽ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഇന്ത്യയിൽ കൊണ്ടുവന്നുകൊണ്ട് അതിലൂടെ ഈ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിലൂടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തുന്ന കൊളോണിയൽ റൂളിനെ നീതീകരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ചരിത്രരചനയാണ് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഇൻഡോളജി എന്ന് പറയുന്ന ടേം എന്താണെന്ന് നോക്കാം. ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയിൽ പരക്കെ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് ഇൻഡോളജി എന്ന് പറയുന്നത്. സോ ഇൻഡോളജി ഈസ് ദി ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഓഫ് ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചേഴ്സ്, ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചരിത്രം, അതിൻ്റെ സംസ്കാരം, ലാംഗ്വേജസ് ഭാഷ, അതുപോലെ തന്നെ അവിടുത്തെ ലിറ്ററേച്ചർ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി നടത്തുന്ന ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ഇൻഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് ഈ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഹിസ്റ്ററി, കൾച്ചർ, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഇതൊക്കെയാണ് അവർ പഠനവിധേയമാക്കുന്നത്. The foundation of Indology was laid by officers of the English East India Company. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസേഴ്സ് ആണ് ഈ ഇൻഡോളജി എന്ന് പറയുന്ന പർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് സ്റ്റഡിക്ക് ഫൗണ്ടേഷൻ ഇട്ടത്. A trading organization at the time of its inception in 1600, it gradually acquired territories which were later to become the building blocks of the British Empire. അപ്പോൾ നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണ്, 1600 ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത്. ആദ്യം ഒരു ട്രേഡിംഗ് കമ്പനി എന്നുള്ള അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ആരംഭിച്ച ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ടെറിട്ടറീസ് അക്വയർ ചെയ്യുകയും ബ്രിട്ടീഷ് എംപയറിൻ്റെ അല്ലെങ്കിൽ അതിനുള്ള വഴിത്തിരിവ് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ പ്രസക്തി എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് നെസസറി ടു ബിയർ ഇൻ മൈൻഡ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഇൻ ദ മോഡേൺ സെൻസ് ഓൺ ഏർലി ഇന്ത്യ ബിഗാൻ ആസ് എ സെക്വൽ ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു തുടർച്ചയാണ് മോഡേൺ സെൻസിലുള്ള ഒരു ഏർലി ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത്. The growing administrative responsibilities of the company, especially after 1765, made it necessary for its officers to gain familiarity with the laws, habits, customs and history of the Indian people. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് കൂടി വരുന്നതിനനുസരിച്ച് അവർക്ക് ഇന്ത്യൻ നിയമങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയുടെ ഹാബിറ്റ്സ്, കസ്റ്റംസ്, അതുപോലെ ഇന്ത്യൻ ജനതയുടെ ചരിത്രം, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയേണ്ടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് അവർ ഈ ഇന്ത്യൻ കൾച്ചറും ലിറ്ററേച്ചറും ഒക്കെ പഠിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതൊരു ആവശ്യം എന്നുള്ള നിലയിൽ വന്ന സാഹചര്യത്തിലാണ് അവരിതിനെക്കുറിച്ച് കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി കൂടുതലായി ഉണ്ടാവുകയും ഒരു ബെറ്റർ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ലോസ്, കസ്റ്റംസ് ഒക്കെ അറിയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഇത് പഠിക്കാനുള്ള ഒരു താല്പര്യം ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൂടുതലായിട്ട് കാണിച്ചതെന്നുള്ളതാണ്. In 1776, N.B. Hall had translated into English the most authoritative among all the early Indian legal texts, the Law Book of Manu. 1776 N.B. ഹാൾഡ്ഹട്ട് മനുവിൻ്റെ ലോ ബുക്ക്, മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഇൻ 1785, Charles Wilkins rendered into English the Bhagavad Gita, and in 1787 he translated the Hitopadesha. അപ്പോൾ 1785 ചാൾസ് വിൽക്കിൻസ് ഭഗവത്ഗീതയും അതുപോലെ തന്നെ 1787 അദ്ദേഹം ഹിതോപദേശവും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. H.T. Colebrook, who was able to master Sanskrit, wrote extensively on the Indian concept of time, religious rites and customs, and various other aspects of Indian culture on the basis of intensive study of the original
ടെക്സ്റ്റ്. അദ്ദേഹം സംസ്കൃതം പഠിക്കുകയും സംസ്കൃതത്തിലുള്ള ഒറിജിനൽ ടെക്സ്റ്റുകൾ സ്റ്റഡി ചെയ്യുകയും അതിൽ നിന്നും ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ, അതായത് ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് ടൈം, ഇന്ത്യയുടെ റിലീജിയസ് റൈറ്റ്സ് ആൻഡ് കസ്റ്റംസ്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ, ആചാരങ്ങൾ, അത്തരത്തിൽ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട പല ആസ്പെക്ട്സും അദ്ദേഹം ഈ സംസ്കൃതം സ്വായത്തമാക്കുന്നത് വഴി പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം പഠനങ്ങളാണെങ്കിലും ശരി, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻസ് ആണെങ്കിൽ ഇന്ത്യൻ പല പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യൻ ഗ്രന്ഥങ്ങളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക വഴി ഇൻഡോളജിക്കൽ സ്റ്റഡീസിന് ഒരു ബൂസ്റ്റപ്പ് ഈ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ആരാണെന്ന് ഓറിയന്റലിസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഓറിയന്റലിസ്റ്റ് വെയർ യൂറോപ്യൻ സ്കോളേഴ്സ് ഓഫ് ദ 18th and 19th centuries who loved and admired the Orient, especially India. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 18-19 നൂറ്റാണ്ടുകളിലെ യൂറോപ്യൻ പണ്ഡിതന്മാരാണ്. അവര് ഇന്ത്യൻ കൾച്ചറിനെ വളരെയധികം അഡ്മയർ ചെയ്തിരുന്നവരാണ്. വളരെയധികം ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ വളരെയധികം സ്നേഹത്തോടു കൂടി ഓറിയന്റിന്റെ, ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ആരാധകരെന്നോ അല്ലെങ്കിൽ അഡ്മയറേഴ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. They found in ancient India an efflorescence of culture. Those scholars who studied Indian culture were കോൾഡ് ഇൻഡോളജിസ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഓറിയന്റലിസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓറിയന്റിനെ കുറിച്ച്, എസ്പെഷ്യലി ഇന്ത്യയെ കുറിച്ച് വളരെ താല്പര്യത്തോടു കൂടി ഉള്ള സ്റ്റഡി നടത്തിയ സ്കോളേഴ്സിനെ, യൂറോപ്യൻ സ്കോളേഴ്സിനെയാണ് നമ്മൾ ഇൻഡോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. വില്യം ജോൺസ്, ദ ഫൗണ്ടർ ഓഫ് ദി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, H.T. Colebrook, Alexander Cunningham, and many others brought to light the brighter aspects of Indian civilization. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ പ്രകാശമാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ്പെറസ് ആയിട്ടുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വശങ്ങളെ ഇത്തരത്തിൽ യൂറോപ്യൻ വേൾഡിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള യൂറോപ്യൻ സ്കോളേഴ്സ് ആണ് വില്യം ജോൺസ്, H.T. കോൾബ്രൂക്ക്, അലക്സാണ്ടർ കണ്ണിഹാം തുടങ്ങിയ സ്കോളേഴ്സ്. ദ ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ഹാഡ് ബൂസ്റ്റഡ് ദി ഇമേജ് ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ റൈറ്റിംഗ്സിലൂടെ വെസ്റ്റേൺ വേൾഡിൽ, യൂറോപ്യൻ ലോകത്തിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ പ്രതിച്ഛായ വളരെയധികം വർദ്ധിപ്പിക്കുവാൻ ഈ ഇൻഡോളജിക്കൽ സ്റ്റഡീസിന് സാധിച്ചു. The ethnic connection between the Indians and the Indo-Europeans were originally proposed by Jones. അപ്പോൾ ഈ വില്യം ജോൺസ് ആണ്, who was the founder of the Asiatic Society of Bengal, realized an ethnic connection between the Indians and Indo-Europeans. ഇൻഡോ-യൂറോപ്യൻസും ഇന്ത്യൻസും തമ്മിലൊരു വംശീയമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയത് അദ്ദേഹമാണ്. ഈ തിയറി പിന്നീട് യൂറോപ്പിലെ എലൈറ്റ്സ്, മറ്റ് സ്കോളേഴ്സ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിയറിയാണ് പിന്നീട് ആര്യൻ തിയറിയിലേക്കും മറ്റുമൊക്കെ നയിച്ചിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. Then Max Muller, the great scholar and Indologist of the 19th century, wrote extensively on India. ഇന്ത്യയെക്കുറിച്ച് വളരെയധികം പഠിച്ച, എഴുതിയ മറ്റൊരു സ്കോളറാണ്, ഇൻഡോളജിസ്റ്റാണ് മാക്സ് മുള്ളർ 19th സെഞ്ച്വറിയിൽ. And these studies encouraged the Indological studies in the West. അപ്പോൾ ഇവർ നടത്തിയ ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റഡീസ് ഒക്കെ തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ, എസ്പെഷ്യലി യൂറോപ്പിൽ ഇൻഡോളജിക്കൽ സ്റ്റഡീസിന് അല്ലെങ്കിൽ ഏഷ്യാറ്റിക് സ്റ്റഡീസിന് ഒരു ബൂസ്റ്റപ്പ് നൽകിയുണ്ടായി. ഇത്തരത്തിലുള്ള സ്റ്റഡീസ് നടത്തുന്നതിനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അൺലൈക്ക് ദി കൊളോണിയൽ ഹിസ്റ്റോറിയൻസ്, ദ ഓറിയന്റലിസ്റ്റ് വെയർ സിമ്പത്തറ്റിക് ടുവേർഡ്സ് ഇന്ത്യ.
മറ്റ് കൊളോണിയൽ ഹിസ്റ്റോറിയൻസിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഓറിയന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻഡോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയോട് അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തോട്, ഇന്ത്യൻ കൾച്ചറിനോടൊക്കെ വളരെ സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ചവരാണ്. അവർ ഇന്ത്യൻ കൾച്ചറിനെ അഡ്മയർ ചെയ്തിരുന്നവരാണ്. ദി നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് വെയർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഓറിയന്റലിസ്റ്റ്. അപ്പോൾ ഈ ഓറിയന്റലിസ്റ്റുകളുടെ ഈ പഠനത്തിലും റൈറ്റിംഗ്സിലും ഒക്കെ ദേശീയവാദികളായ ചരിത്രകാരന്മാരും വളരെയധികം, അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസും വളരെയധികം ആകൃഷ്ടരാവുകയും അതുപോലെ തന്നെ ഇവരിൽ നിന്നും ഒരുപാട് ഇൻഫ്ലുവൻസ്, ഒരു വലിയ ഈ ഓറിയന്റലിസ്റ്റുകളുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് ലൈക്ക് ദ കൊളോണിയലിസ്റ്റ്, ദ ഓറിയന്റലിസ്റ്റ് ഓൾസോ ഡിഡ് നോട്ട് ഫേവർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ബൈ ദി നേറ്റീവ്സ്. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിലും ഇന്ത്യൻ സംസ്കാരത്തിലുമൊക്കെ വളരെ ആകൃഷ്ടരായിരുന്നുവെങ്കിലും അതിൽ വളരെ താല്പര്യമുള്ളവരായിരുന്നെങ്കിലും അല്ലെങ്കിൽ അതിനെ വളരെ സിമ്പത്തറ്റിക് ആയിട്ട് അനുഭാവപൂർവ്വം കണ്ടിരുന്നുവെങ്കിലും ഈ ഓറിയന്റലിസ്റ്റുകളും അല്ലെങ്കിൽ ഇൻഡോളജിസ്റ്റുകളും നമ്മുടെ കൊളോണിയലിസ്റ്റുകളെ പോലെ തന്നെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ മാറി നേറ്റീവ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ വരണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു. അവരും ഈ പറഞ്ഞ പോലെ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പിന്നെ ഇന്ത്യൻ ജനതയ്ക്ക് നല്ലത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളവർ ആയിരുന്നു. ഇനി പ്രമുഖരായിട്ടുള്ള കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം, ഇൻഡോളജിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ പറയുകയുണ്ടായി, ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയിൽ പലതരം പെർസ്പെക്റ്റീവ്സിലാണ് ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി രചിച്ചിരിക്കുന്നത്. അതിൽ ഇൻഡോളജിസ്റ്റുകളുടെ ഓറിയന്റൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, അതേസമയം ഇവാഞ്ചലിക്കൽസിന്റെ ഒരു വീക്ഷണമുണ്ട്, അതായത് മിഷനറി വർക്കേഴ്സിൻ്റെതായിട്ടുള്ള ഒരു വീക്ഷണമുണ്ട്. അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ അനുഭാവപൂർവ്വം ഇന്ത്യൻ ചരിത്രത്തെ കണ്ടിരുന്നവരാണ്, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചവരാണ്. അതേസമയം ഇവാഞ്ചലിക്കൽസും യൂട്ടിലിറ്റേറിയൻസും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കാത്തു സൂക്ഷിച്ചിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹോസ്റ്റൈലായിട്ടുള്ള, വളരെ ശത്രുതാപരമായിട്ടുള്ള ഒരു നിലപാടെന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഈ ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ ഇവാഞ്ചലിക്കൽസിനെയും ഈ പറഞ്ഞ യൂട്ടിലിറ്റേറിയൻ തിങ്കേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് വളരെ അപരിഷ്കൃതമായിട്ടുള്ള ഒരു ചരിത്രമായിട്ടാണ് അവരതിനെ ചിത്രീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇനി സർ വില്യം ജോൺസ്, ഇൻഡോളജിസ്റ്റുകളിൽ വളരെ എടുത്തു പറയത്തക്ക ഒരു പേരാണ് സർ വില്യം ജോൺസിൻ്റേത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇൻഡോളജി എന്ന് വിളിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് വെച്ച് നോക്കിയിട്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇൻഡോളജി എന്ന് അറിയപ്പെടുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ കമ്പനീസ് ഓഫീസേഴ്സ് ഹു ഗവ് എ റിയൽ ബൂസ്റ്റ് ടു ഇന്ത്യൻ സ്റ്റഡീസ് വാസ് സർ വില്യം ജോൺസ്. അപ്പം ഇന്ത്യൻ സ്റ്റഡീസിന് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരാളാണ് സർ വില്യം ജോൺസ്. അദ്ദേഹം കൽക്കട്ടയിലേക്ക് വരുന്നത് ഒരു ജഡ്ജ് എന്നുള്ള നിലയിലാണ്. അതായത് ഹി കെയിം ടു കൽക്കട്ട ആസ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ബംഗാൾ ഇൻ 1783. 1783 ബംഗാൾ സുപ്രീം കോർട്ടിൽ ജഡ്ജായിട്ടാണ് അദ്ദേഹം കൽക്കട്ടയിലേക്ക് വരുന്നത്. ആൻഡ് ഹി ഫൗണ്ടഡ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഇൻ 1784. 1784 അദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിക്കുകയും ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ തുടക്കം ഓറിയന്റൽ സ്റ്റഡീസിലും അല്ലെങ്കിൽ ഏഷ്യാറ്റിക് സ്റ്റഡീസിലും ഉള്ള റിസർച്ചുകൾ, ഗവേഷണങ്ങളും മറ്റു പഠനങ്ങളും നടത്തുന്നതിൽ ഒരു വലിയ ഒരു ബൂസ്റ്റപ്പ് ഈ ഒരു ഓർഗനൈസേഷന്റെ ആരംഭത്തോടു കൂടി ഉണ്ടാവുകയുണ്ടായി. ദ സൊസൈറ്റി ആൻഡ് ദ പബ്ലിക്കേഷൻ ഓഫ് ഇറ്റ്സ് ജേണൽ ഏഷ്യാറ്റിക് റിസർച്ചസ് ഇൻ 1788. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 ആരംഭിക്കുകയും 1788 ഈ സൊസൈറ്റിയുടേതായിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ, ഒരു ജേണൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേര് ഏഷ്യാറ്റിക് റിസർച്ച് എന്നാണ്. അപ്പോൾ ഈ സൊസൈറ്റി ആണെങ്കിലും ശരി, അതിൻ്റെ ഈ ജേണൽ ആണെങ്കിലും ശരി, നൽകിയ
ഒരു പ്രചോദനം അല്ലെങ്കിൽ എൻകറേജ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഓറിയന്റൽ സ്റ്റഡീസിൽ നൽകിയിട്ടുള്ള പ്രോത്സാഹനം എന്ന് പറയുന്നത് വളരെ വലിയ ഒന്നായിരുന്നു. ആൻഡ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ ലാൻഡ്മാർക്ക് ഇൻ ദി റെവലേഷൻ ഓഫ് ദി ട്രഡീഷണൽ തോട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ ട്രഡീഷണൽ തോട്ടുമായി ബന്ധപ്പെട്ടും ഉള്ള കാര്യങ്ങൾ പഠനവിധേയമാക്കുകയും അതിനൊരു ഒരു പ്രചാരണം നൽകുകയും ചെയ്യുന്ന കാര്യത്തിൽ ഈ സൊസൈറ്റിയും അതിന്റെ ജേണലും വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. ആൻഡ് വില്യം ജോൺസ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ദി ഫാദർ ഓഫ് ഇൻഡോളജി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാദർ ഓഫ് ഇൻഡോളജി എന്നറിയപ്പെടുന്നത് സർ വില്യം ജോൺസ് ആണ്. A polyglot with knowledge of Hebrew, Arabic, Persian, Turkish and Sanskrit and a smattering of Chinese, Jones translated the Shakuntalam and Ritu Samhara of Kalidasa, the Gita Govinda, the legal texts like Al-Sirajia and the Manava Dharmashastra or Manusmriti. അപ്പോൾ നമ്മുടെ സർ വില്യം ജോൺസ് ഒരുപാട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധനായിരുന്നു. അദ്ദേഹം ധാരാളം ലാംഗ്വേജസ് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിൽ ഗ്രീക്കും റോമനും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. പിന്നീട് ഹീബ്രു, അറബിക്, പേർഷ്യൻ, തുർക്കിഷ് ലാംഗ്വേജ്, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ്, കുറച്ച് ചൈനീസ്, ഇതൊക്കെ അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത ഇന്ത്യൻ ടെക്സ്റ്റുകളിൽ പ്രമുഖമായിട്ടുള്ളതെന്ന് പറയുന്നത് കാളിദാസന്റെ ശാകുന്തളം, അതുപോലെ ഋതുസംഹാരം, പിന്നീട് ജയദേവന്റെ ഗീതാ ഗോവിന്ദം, ലീഗൽ ടെക്സ്റ്റുകളായിട്ടുള്ള അൽ സിറാജിയ, അതുപോലെ തന്നെ മാനവ ധർമ്മശാസ്ത്രം അല്ലെങ്കിൽ മനുസ്മൃതി. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. ഇന്റൻസീവ് റിസർച്ച് ഓൺ ദി Muslim and Hindu laws of inheritance undertaken by Jones and his British contemporaries may be seen as an attempt to break the Indian monopoly of legal knowledge and assert British judicial power. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം ലോ ആണെങ്കിലും ശരി, മുസ്ലിം ഇൻഹെറിറ്റൻസ് ലോ ആണെങ്കിലും ശരി, ഹിന്ദു ഇൻഹെറിറ്റൻസ് ലോ ആണെങ്കിലും ശരി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുകയും അത് ബ്രിട്ടീഷ് ഭരണത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തെ വളരെ അനായാസേന കൈകാര്യം ചെയ്യുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇത്തരത്തിലുള്ള ലീഗൽ സ്റ്റഡീസ് ഒക്കെ അവരെ വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ദി എഫേർട്സ് ഓഫ് സർ വില്യം ജോൺസ് ഗേവ് എ സ്റ്റിമുലസ് ടു ദി സ്റ്റഡി ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും ശരി, ഏൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ ആണെങ്കിലും ശരി, ഈ ഒരു മേഖലയിലൊക്കെ വളരെ സ്റ്റിമുലസ് ആയിട്ടുള്ള സ്റ്റഡീസ് വില്യം ജോൺസിന്റെ ശ്രമഫലമായിട്ട് നടന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യൻ കൾച്ചർ വാസ് എറോസ്ഡ് അറ്റ് എ നമ്പർ ഓഫ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ് വെയർ സെവറൽ സ്കോളേഴ്സ് വർക്ക്ഡ് ഓൺ സാൻസ്ക്രിറ്റ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റഡീസ് പുറം രാജ്യങ്ങളിലൊക്കെ തന്നെ, അതായത് എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിൽ, യൂറോപ്പിലൊക്കെ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യൻ കൾച്ചറും അതുപോലെ സാൻസ്ക്രിറ്റും റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സബ്ജക്ട്സും ഒക്കെ പഠിക്കാനുള്ള ഒരു താല്പര്യം സ്കോളേഴ്സിൽ, പണ്ഡിതന്മാരിലും മറ്റ് ആളുകളിലുമൊക്കെ ജനിപ്പിക്കുകയുണ്ടായി എന്നുള്ളതൊരു വലിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഇക്കാര്യത്തിൽ. ജോൺസ് ഈസ് പർട്ടിക്കുലർലി ക്രെഡിറ്റഡ് ഫോർ 3 ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെന്റ്സ്. 3 പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ജോൺസിൻ്റെതായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റഡീസിൽ എടുത്തു പറയാനുള്ളത്. ഫസ്റ്റ് വൺ, ദ ഡിസ്കവറി ഓഫ് ദി കോമൺ ഒറിജിൻ ഓഫ് ദി ഫാമിലി ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. അതായത് ഇന്ത്യൻ ലാംഗ്വേജസിന്റെയും യൂറോപ്യൻ ലാംഗ്വേജസിന്റെയും ഒറിജിൻ എന്ന് പറയുന്നത് ഒരേ സെയിം ഫാമിലിയിൽ നിന്നാണ് ഈ 2 ലാംഗ്വേജസും ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഉറവിടം ഒന്നാണ് എന്നുള്ളൊരു കണ്ടെത്തൽ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. രണ്ടാമത്തേത്, ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് സാൻഡ്രോകോട്ടസ് ഓഫ് ദ ക്ലാസിക്കൽ ഗ്രീക്ക് റൈറ്റിംഗ്സ് വിത്ത് ചന്ദ്രഗുപ്ത മൗര്യ ഓഫ് ദി ഇന്ത്യൻ സോഴ്സസ്. അപ്പൊ സാന്ദ്രകോട്ടോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ക്ലാസിക്കൽ ഗ്രീക്ക് റൈറ്റിംഗ്സിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഗ്രീക്ക് റൈറ്റിംഗ്സിൽ കാണപ്പെടുന്ന ഈ സാന്ദ്രകോട്ടോസ് നമ്മുടെ ഇന്ത്യയിലെ രാജാവായിട്ടുള്ള, ഇന്ത്യൻ കിങ് ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തത് സർ വില്യം ജോൺസ് ആണ്. തേർഡ് വൺ, ദ ട്രാൻസ്ലേഷൻ ഓഫ് ശാകുന്തളം ആൻഡ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഇൻ ടു യൂറോപ്പ്. അപ്പോൾ ശാകുന്തളത്തിന്റെ ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ സംസ്കൃത സാഹിത്യം അതിനെ യൂറോപ്പിൽ പരിചയപ്പെടുത്തുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സർ വില്യം ജോൺസ് ആണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു ബൂസ്റ്റപ്പ് ഈ സാൻസ്ക്രിറ്റിന്റെ സ്റ്റഡീസിലും മറ്റുമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തയാള് മാക്സ് മുള്ളർ ആണ്.
The best known of the early Orientalist and Indologist was the German scholar Max Muller. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യം ജർമ്മൻ സ്കോളറാണ് മാക്സ് മുള്ളർ. അപ്പോൾ ഓറിയന്റലിസ്റ്റുകളിൽ വെച്ച് അല്ലെങ്കിൽ ഇൻഡോളജിസ്റ്റുകളിൽ വെച്ച് വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മാക്സ് മുള്ളർ. മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ കൂടുതൽ സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ടിലാണ്. ആൻഡ് ഹി വർക്ക്ഡ് ആസ് എ പ്രൊഫസർ ഓഫ് കമ്പാരിറ്റീവ് ഫിലോസഫി അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കമ്പാരിറ്റീവ് ഫിലോസഫി പ്രൊഫസറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. ആൻഡ് എഡിറ്റഡ് ദ ടെക്സ്റ്റ് ഓഫ് ദ ഋഗ്വേദ വിത്ത് കമന്ററി. ഋഗ്വേദത്തിന് ഒരു വ്യാഖ്യാനം, ഒരു കമന്ററി രചിക്കുകയും ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഇൻ 1859 he composed a history of Sanskrit literature which lists all the Sanskrit texts known till then in a chronological order. അപ്പോൾ അദ്ദേഹം 1859 ഒരു ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു കൃതി എഴുതുകയുണ്ടായി. ഇതില് അതുവരെ അറിയപ്പെട്ടിരുന്ന എല്ലാ സംസ്കൃതം ടെക്സ്റ്റുകളും അത് എഴുതിയ ആ ഒരു ഓർഡറിൽ, അതിന്റെ കാലഗണന അനുസരിച്ച് ക്രമമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ ടെക്സ്റ്റുകളെല്ലാം ഈ കൃതിയിൽ അദ്ദേഹം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. He also started a series of the Sacred Book of the East and made available the English translations of the rich store of source materials preserved in സാൻസ്ക്രിറ്റ്. അദ്ദേഹം ഒരു ബുക്ക് സീരീസ് ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ പേര് സേക്രഡ് ബുക്ക് ഓഫ് ദി ഈസ്റ്റ് എന്നാണ്. അപ്പോൾ സേക്രഡ് ബുക്ക് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് വഴി അദ്ദേഹം അവൈലബിൾ ആയിട്ടുള്ള സംസ്കൃതത്തിലുള്ള പല സോഴ്സ് മെറ്റീരിയലുകളുടെയും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നൽകുകയുണ്ടായി. The affinity between Sanskrit and certain European languages once discovered was stressed. അതുപോലെ തന്നെ അദ്ദേഹം വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംസ്കൃതവും മറ്റ് യൂറോപ്യൻ ലാംഗ്വേജസും, സംസ്കൃതവും ചില യൂറോപ്യൻ ലാംഗ്വേജസും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ്, ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുകയുണ്ടായി, അത് കണ്ടെത്തുകയുണ്ടായി. This may partially explain the growing interest in Indology outside England. അപ്പോൾ ഒരു ജർമ്മൻ സ്കോളറായ മാക്സ് മുള്ളർ ഇത്തരത്തിൽ ഇൻഡോളജിക്കൽ സ്റ്റഡീസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സ്റ്റഡീസിൽ കൊടുത്ത ആ ഒരു താല്പര്യം ഇൻഡോളജിക്ക് ഇംഗ്ലണ്ടിന് പുറത്തും വളരെയധികം ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഓൾസോ ഗവ് റൈസ് ടു ദി ഐഡിയ ഓഫ് എ കോമൺ ഇൻഡോ യൂറോപ്യൻ ഹോംലാൻഡ് ആൻഡ് കൾച്ചർ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറി, അതായത് സംസ്കൃതവും യൂറോപ്യൻ ലാംഗ്വേജസും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അത് ഇൻഡോ യൂറോപ്യൻ ഈ ലാംഗ്വേജസ് ആണെങ്കിലും ശരി, ഇൻഡോ യൂറോപ്യൻസ് ആണെങ്കിലും ശരി, ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും ഇതിൻ്റെയൊക്കെ ഒറിജിൻ ഒരിടത്ത് നിന്നുമാണെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ദ ആര്യൻസ് ഇൻ ഇന്ത്യ കെയിം ടു ബി റിഗാർഡഡ് ആസ് ദി ബ്രദറൻ ഓഫ് ദി യൂറോപ്യൻസ്. അപ്പോൾ ഇന്ത്യയിലെ ആര്യൻസ് യൂറോപ്യന്മാരുടെ ബ്രദറനാണ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ആണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ഒരു ആര്യൻ തിയറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരാൻ ഇത് വഴിതെളിച്ചു എന്നുള്ളതാണ്. ആര്യൻ ഹോംലാൻഡ് ഒക്കെ കണ്ടെത്തുന്നതിനുള്ള ഇന്ത്യൻ സ്കോളേഴ്സ് അടക്കമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണാലിസ്റ്റുകൾ അടക്കമുള്ള ആളുകളുടെ ഒരു ശ്രമവും ഒക്കെ ഉണ്ടായത് ഈ ഒരു കൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയുടെ പിന്തുടർച്ചയായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. Orientalists like Max Muller spoke glowingly about the unchanging Indian village communities. മാക്സ് മുള്ളറിനെ പോലെയുള്ള ഓറിയന്റലിസ്റ്റുകൾ ഇന്ത്യൻ വില്ലേജ് കമ്മ്യൂണിറ്റീസിന്റെ അൺചേഞ്ചിങ് നേച്ചറിനെ കുറിച്ച് ഒക്കെ ഉള്ള ആശയങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ തോട്ട് ഓഫ് ഇന്ത്യ ആസ് എ കൺട്രി ഓഫ് ഫിലോസഫേഴ്സിന്റെ നാടാണ് ഇന്ത്യ, തത്വചിന്തകരുടെ നാടാണ് ഇന്ത്യ എന്ന് എടുത്തു പറയുകയും അതിനൊരു മെറ്റാഫിസിക്കൽ സ്പെക്കുലേഷൻ നൽകുകയും അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റി വാസ് ഡെപിക്റ്റഡ് ആസ് ഇഡിലിക് ആൻഡ് ആസ് ബീയിങ് ഡിവോയ്ഡ് ഓഫ് എനി ടെൻഷൻ ഓർ സോഷ്യൽ ഡിസ്കോർഡ്. അപ്പോൾ അവർ നൽകിയ ഒരു ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ചിത്രം എന്ന് പറയുന്നത് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സൊസൈറ്റി ആയിട്ടാണ് ഇന്ത്യൻ സൊസൈറ്റി അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു മെറ്റാഫിസിക്കൽ ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യൻ സൊസൈറ്റിക്കുണ്ട് എന്ന് പറയുകയും അതുപോലെ തന്നെ ധാരാളം തത്വചിന്തകർക്ക് ജന്മം കൊടുത്ത നാടാണ് ഇന്ത്യ എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സ് മുള്ളർ ടുക്ക് ദി സാൻസ്ക്രിറ്റിക് മോക്ഷമൂല
അദ്ദേഹം ഒരു സംസ്കൃത പദം അദ്ദേഹത്തിന്റെ പേരായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി, മോക്ഷമൂല എന്നുള്ള നാമം. സം ഓഫ് ഹിസ് ഐഡിയാസ് വെയർ മിസ്കൺസ്ട്രൂഡ് ബൈ ദ ബ്രിട്ടീഷ് ടു എംഫസൈസ് ദാറ്റ് ഇന്ത്യൻസ് വെയർ നോട്ട് ഫിറ്റ് ടു ഗവേൺ ദംസെൽസ്. അദ്ദേഹത്തിന്റെ ഐഡിയോളജീസ് പക്ഷേ പല ബ്രിട്ടീഷ് സ്കോളേഴ്സും വളച്ചൊടിക്കുകയും പിന്നെ ഇന്ത്യൻസ് സ്വയം ഭരിക്കാനുള്ള ഒരു കഴിവില്ലാത്ത ആളുകളാണ് എന്നുള്ള നിലയ്ക്ക് അതിനെ വളച്ചൊടിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബൈ ആൻഡ് ലാർജ് ഹിസ് പെർസെപ്ഷൻ ഓഫ് ഇന്ത്യ, റീസെന്റ് ഡിസ്ക്രൈബ്ഡ് ആസ് പാർട്ട് ഓഫ് സം കൈൻഡ് ഓഫ് ഇൻഡോമാനിയ, വാസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ ദി 19th century England, where the intellectual scene was dominated by the Christian missionaries led by Charles Grant and the utilitarians, especially James Mill. അപ്പോൾ മാക്സ് മുള്ളർ ഇന്ത്യൻ ചരിത്രത്തോടും ഇന്ത്യൻ സംസ്കാരത്തോടും ഒക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു അഭിനിവേശം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പിന്നെ ഇൻഡോമാനിയായിട്ടാണ് ഈ പറഞ്ഞ ഇവാഞ്ചലിക്കൽസ് ആണെങ്കിലും ശരി, ക്രിസ്ത്യൻ മിഷണറീസ് ആണെങ്കിലും ശരി, യൂട്ടിലിറ്റേറിയൻസ് ആണെങ്കിലും ശരി, അവരതിനെ കണക്കാക്കി ഇൻഡോമാനിയായിട്ടാണ്. എന്താണ്, ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു ലവ് ഫോർ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇന്ത്യ എന്നുള്ള ഒരു നിലയ്ക്കായിട്ടാണ് അവരതിനെ കണ്ടിരുന്നത്. ഒരിക്കലും മാക്സ് മുള്ളറുടെ ഈ പറഞ്ഞ ഇന്ത്യയോട് സിമ്പത്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ആശയങ്ങളെ അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി അവർ കാണിച്ചില്ല. നെക്സ്റ്റ് ജെയിംസ് മില്ലാണ്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞു, ജെയിംസ് മില്ല് യൂട്ടിലിറ്റേറിയൻ ചിന്താഗതിക്കാരനാണ്. അതുപോലെ തന്നെ ചാൾസ് ഗ്രാൻഡ് മിഷനറിയാണ്, അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ആളാണ്. Charles Grant and James Mill did not share the early Orientalist view of India, and their writings give ample evidence to hostility of Indian culture. അപ്പോൾ ഇവർക്കുണ്ടായിരുന്നത് ഇന്ത്യൻ കൾച്ചറിനോട് ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിക്കും അവരുടെ റൈറ്റിംഗ്സിൽ. ദ ഇവാഞ്ചലിക്കൽസ് ആൻഡ് ദ യൂട്ടിലിറ്റേറിയൻസ് therefore said to have created ഇൻഡോഫോബിയ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡോമാനിയ എന്ന് പറഞ്ഞൊരു വേർഡ് പറഞ്ഞു. ഇന്ത്യയോട് വളരെ അനുഭാവപൂർവ്വം സ്നേഹപൂർവ്വം ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അത് മാക്സ് മുള്ളറിനെ പോലെയുള്ള അല്ലെങ്കിൽ വില്യം ജോൺസിനെ പോലെയുള്ള ഇൻഡോളജിസ്റ്റുകൾ, ഓറിയന്റലിസ്റ്റുകൾ അത് ഇൻഡോമാനിയ എന്ന് പറയുന്ന ആ ഒരു സവിശേഷതയാണ് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റേറിയൻസും ഇവാഞ്ചലിക്കൽസും ദേ ക്രിയേറ്റഡ് സം കൈൻഡ് ഓഫ് ഇൻഡോഫോബിയ. ദി ക്രിസ്ത്യൻ മിഷനറീസ് had little sympathy for Hinduism. The people of India, according to Charles Grant, lived in a degenerate condition because of Hinduism. അപ്പോൾ ഹിന്ദുയിസത്തെയൊക്കെ വളരെ ആക്രമിക്കുകയുണ്ടായി ഈ ക്രിസ്ത്യൻ മിഷണറീസ് അവരുടെ റൈറ്റിംഗ്സിൽ. ഹിന്ദുയിസത്തിലെ ഹിന്ദുയിസം കൊണ്ട് തന്നെ ആളുകളുടെ അവസ്ഥ ഇന്ത്യൻ ജനതയുടെ അവസ്ഥ വളരെ ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു, മോശമായിട്ടൊരവസ്ഥയിലായിരുന്നു. ഈ ഹിന്ദുയിസത്തിലെ പിന്നെ കസ്റ്റംസ് ആണെങ്കിലും ശരി, ഹിന്ദു കൾച്ചർ ആണെങ്കിലും ശരി, അത് ഇന്ത്യൻ ജനതയെ നയിച്ചത് ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർ ക്രിയേറ്റ് ചെയ്തത്, ഈ ഇവാഞ്ചലിക്കൽസും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതാണ്. ജെയിംസ് മിൽ വാസ് എ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫർ, തിങ്കർ ആൻഡ് റൈറ്റർ ഓഫ് ദി ഏജ്. അത് ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഹി വാസ് എ യൂട്ടിലിറ്റേറിയൻ. He worked in the office of the English East India Company, where he had access to every bit of paper from India. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും ആക്സസ് ചെയ്യാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു. The utilitarians seem to have had much in common with the hostile missionary attitude to India, as is clear from James Mill's 3-volume History of British India. 3 വാല്യങ്ങളിലായിട്ട് ജെയിംസ് മില്ല് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതുകയുണ്ടായി. 1817 അത് പ്രസിദ്ധീകരിച്ചത്. ഹിസ് ബുക്ക് കണ്ടെയ്ൻസ് ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം ദി ഏർലിയസ്റ്റ് ടൈം ടു ദി എൻഡ് ഓഫ് ദി 18th century. അപ്പോൾ ഏർലിയസ്റ്റ് കാലഘട്ടം തൊട്ട് 18ാം നൂറ്റാണ്ടിന്റെ അവസാന പാദം വരെയുള്ള ഇന്ത്യൻ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ജെയിംസ് മിൽ ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻറ്റു 3 periods.
അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ ജെയിംസ് മില്ല് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹിന്ദു പീരീഡ് എന്നും, മുസ്ലിം പീരീഡ് എന്നും, ബ്രിട്ടീഷ് പീരീഡ് എന്നും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡിവിഷനിൽ നിന്നാണ് ദ സീഡ്സ് ഓഫ് കമ്മ്യൂണൽ ഹിസ്റ്റോറിയോഗ്രഫി വെയർ ദസ് സോൺ. അപ്പോൾ കമ്മ്യൂണൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ വിത്ത് വിതയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഡിവിഷനിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദു പീരീഡ് എന്നും, മുസ്ലിം പീരീഡ് എന്നും, ബ്രിട്ടീഷ് പീരീഡ് എന്നുമുള്ള ഒരു തരംതിരിവ്. Unduly critical of the people and their culture, Mill postulated that contemporary as well as ancient India was barbarous and anti-rational. അപ്പോൾ ഇന്ത്യൻ ജനതയെയും ഇന്ത്യൻ കൾച്ചറിനെയും വളരെയധികം ക്രിട്ടിസൈസ് ചെയ്താണ് അദ്ദേഹത്തിന്റെ രചനയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മോഡേൺ ഇന്ത്യ ആണെങ്കിലും ശരി, ഏൻഷ്യന്റ് ഇന്ത്യ ആണെങ്കിലും ശരി, വളരെ ഇന്ത്യൻ സാഹചര്യം എന്ന് പറയുന്നത് ബാർബറിക് ആയിട്ടും അല്ലെങ്കിൽ ആന്റി റാഷണൽ ആയിട്ടും യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു സംഭവമായിട്ടൊക്കെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിവിലൈസേഷൻ അക്കോർഡിംഗ് ടു ഹിം ഷോഡ് നോ കൺസേൺ ഫോർ പൊളിറ്റിക്കൽ വാല്യൂസ് ആൻഡ് ഇന്ത്യ ഹാഡ് ബീൻ റൂൾഡ് ബൈ എ സീരീസ് ഓഫ് ഡെസ്പോട്ട്സ്. ഇന്ത്യ ഭരിച്ചിരുന്നത് ഒരു കൂട്ടം ഡെസ്പോട്ടുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാഗ്നന്റ് സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇന്ത്യൻ സൊസൈറ്റി വാസ് ഇനിമിക്കൽ ടു പ്രോഗ്രസ്. അപ്പോൾ പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് പോകാനുള്ള ആ ഒരു സാഹചര്യത്തിന് എപ്പോഴും ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒരു വിലങ്ങുതടിയായിരുന്നുവെന്നും പ്രോഗ്രസിനോട് എപ്പോഴും ഒരു പിന്തിരിപ്പൻ നിലപാട്, പുരോഗതിയോട് ചേഞ്ചസിനോട് ഒരു പിന്തിരിപ്പൻ നിലപാടാണ് എപ്പോഴും ഇന്ത്യൻ സമൂഹം കാണിച്ചിരുന്നതെന്നും ഒക്കെയുള്ള ഒരു അഭിപ്രായമാണ് ജെയിംസ് മില്ലിന് ഉണ്ടായിരുന്നത്. അതുപോലെ ഇന്ത്യൻ സൊസൈറ്റി സ്റ്റാഗ്നന്റ് ആയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഓൾ ദിസ് വാസ് ബേസ്ഡ് ഓൺ എ ഗ്രോസ്ലി ഡിസ്റ്റോർട്ടഡ് വേർഷൻ ഓഫ് ദി ഏർലി ഓറിയന്റലിസ്റ്റ് റൈറ്റിംഗ്സ് ഓൺ ഇന്ത്യ. അപ്പോൾ ഈ ഓറിയന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻഡോളജിസ്റ്റുകളുടെ റൈറ്റിംഗ്സിന് നേരെ വിപരീതമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണോ ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞു വെച്ചിരുന്നത് അവരുടെ എഴുത്തുകൾ, അതിൻ്റെ ഒരു ഡിസ്റ്റോർട്ടഡ് വേർഷനാണ്, അല്ലെങ്കിൽ വികലമായിട്ടുള്ള അല്ലെങ്കിൽ വളച്ചൊടിച്ച ഒരു തരത്തിലുള്ള ഒരു ചരിത്രമാണ് നമുക്ക് ജെയിംസ് മില്ലിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇൻ ഹിസ് ബുക്ക് മിൽ വാസ് ഒബ്വിയസ്ലി മേക്കിംഗ് എ കേസ് ഫോർ ചേഞ്ചിങ് ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ബ്രിട്ടീഷ് ലെജിസ്ലേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, കൃതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു മോചനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിൽ നിന്നും ഇന്ത്യൻ സൊസൈറ്റിയെ കരകയറ്റാൻ ബ്രിട്ടീഷ് ലെജിസ്ലേഷന് സാധിച്ചു, അല്ലെങ്കിൽ അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ദിസ് ഹി വാസ് ഡൂയിങ് വിതൗട്ട് എവർ ഹാവിങ് വിസിറ്റഡ് ദ കൺട്രി ഓർ നോയിങ് എനി ഓഫ് ഇറ്റ്സ് ലാംഗ്വേജസ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത്, ഒരിക്കൽ പോലും ഇദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുമില്ല. ഇന്ത്യയിലെ ഒരു ലാംഗ്വേജ്, സംസ്കൃതമാകട്ടെ മറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ് ആകട്ടെ ഒന്നും അദ്ദേഹത്തിന് അറിയുകയുമില്ല എന്നുള്ളതാണ്. Mill's history was one of the prescribed texts at the institutions like Haileybury College, where English officers received their training before coming to India. ഇന്ത്യയിലേക്ക് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുൻപ് അവർക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഹെയ്ലിബറി കോളേജ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഈ ഉദ്യോഗസ്ഥന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ജെയിംസ് മില്ലിന്റെ ഈ പുസ്തകമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അപ്പോൾ വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് കുത്തിനിറച്ചാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യയിലേക്ക് വിടുന്നത് എന്ന് ഉള്ളതാണ്. ഇന്ത്യയുമായിട്ട് വളരെ വിരുദ്ധമായിട്ടുള്ള, ഇന്ത്യൻ സാഹചര്യവുമായിട്ട് വളരെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അവരിൽ കുത്തിനിറച്ചാണ് അവരെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് തന്നെ അത്തരത്തിലുള്ള ഒന്നായി മാറുകയാണ്. ഹെൻസ് ദി ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ഓൺ ഇന്ത്യ ബൈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ബിട്രേ ദ ഇൻഫ്ലുവൻസ് ഓഫ് മിൽ ഇൻ കൺസിഡറബിൾ മെഷർ. Then his treatment of the ancient and medieval periods of Indian history was highly imperfect.
അദ്ദേഹത്തിന്റെ ഏൻഷ്യന്റ് ഹിസ്റ്ററി ആണെങ്കിലും ശരി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ അതിനോടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനോടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ഹി ജഡ്ജ് മാറ്റേഴ്സ് ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദി യൂട്ടിലിറ്റേറിയൻ സിസ്റ്റം ഓഫ് തോട്ട്, which implied that manners and moral of the people could be improved only through law and government, and that it was the primary responsibility of the state to bestow its utmost thought to the improvement of the conditions of the people. അപ്പോൾ ഒരു ചുരുക്കത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് നിയമങ്ങൾ കൊണ്ട്, ബ്രിട്ടീഷ് ഭരണം കൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനതയുടെ ആ ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ മാറ്റാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം ഫോംസ് ഓഫ് ഗവൺമെന്റ് ഹാഡ് മിസറബിളി ഫെയിൽഡ് ആൻഡ് ബ്രിട്ടീഷ് റൂൾ വാസ് മോർ എൻലൈറ്റൻഡ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദു റൂളേഴ്സിന്റെ ഭരണമാണെങ്കിലും ശരി, മുസ്ലിം കാലഘട്ടത്തിലുള്ള റൂളേഴ്സിന്റെ ഭരണമാണെങ്കിലും ശരി, ഈ തരത്തിലുള്ള ഗവൺമെന്റുകളൊക്കെ തന്നെ ഒരു പരാജയമായിരുന്നു എന്നും ബ്രിട്ടീഷ് റൂൾ മാത്രമാണ് എൻലൈറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മെച്ചപ്പെട്ടത് എന്നുള്ള നിലയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ദ വെർഡിക്റ്റ് ഓഫ് മിൽ ഓൺ ദി ഏൻഷ്യന്റ് ആൻഡ് മിഡിവൽ പീരിയഡ്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി സഫേഴ്സ് ഫ്രം tendentious motives, resulting in a sweeping condemnation of the entire earlier period. Mill had not visited India, and that kept him ignorant about the real spirit of Indian culture. Mill was ignorant of the facts and suffered from racial prejudices. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള യാതൊരു കണക്ഷനും അദ്ദേഹത്തിനില്ല. സോ എന്താണ് ഇന്ത്യ എന്നതിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ഒരാളാണ് ഇത്തരത്തിലുള്ള ചരിത്രം രചിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ധാരാളം റേഷ്യൽ പ്രിജുഡൈസസ്, അത് വംശീയമായിട്ടുള്ള ധാരാളം പ്രിജുഡൈസസ് നമുക്ക് അദ്ദേഹത്തിന്റെ രചനയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു എന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദോ ഹിസ് ബുക്ക് സഫേഴ്സ് ഫ്രം മെനി ഡിഫെക്ട്സ്, ദിസ് ബുക്ക് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ വർക്ക് ഫോർ ബ്രിട്ടീഷ് ഹിസ്റ്ററി ഫോർ ദ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇറ്റ് ഫർണിഷസ്. പക്ഷേ ധാരാളം ഡിഫക്റ്റുകൾ ഇത്തരത്തിൽ ജെയിംസ് മില്ലിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയിലെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ് കാര്യം. ആൾറെഡി നേരത്തെ പറഞ്ഞു, ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പേപ്പേഴ്സും ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും ഒക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ള ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നും കളക്ട് ചെയ്യാൻ സാധിക്കും. വിൻസെന്റ് എ സ്മിത്ത്. The best known of the British administrator historians on ancient India was Vincent A. Smith. He came to India in 1869. മറ്റൊരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ ഹിസ്റ്റോറിയൻ ആണ് വിൻസെന്റ് എ സ്മിത്ത്. അദ്ദേഹം 1869 ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് വരുന്നത്. 1900 വരെ അദ്ദേഹം ഈ സർവീസിൽ തുടരുകയുണ്ടായി. ഹി റോട്ട് ഓൾ ഹിസ് 9 books ഓൺ ഇന്ത്യൻ ഹിസ്റ്ററി ആഫ്റ്റർ റിട്ടയർമെന്റ്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള 9 പുസ്തകങ്ങൾ എഴുതിയത്. ഇതിൽ അദ്ദേഹത്തിന്റെ ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം 1904 പബ്ലിഷ് ചെയ്ത ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പ്രൈമറി സോഴ്സുകളൊക്കെ തന്നെ കളക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു സ്റ്റഡിയാണ്. വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. It was the first systematic survey of early Indian history and remained perhaps the most influential textbook for nearly 50 years and is sometimes used by scholars and students even today. ഇപ്പോഴും സ്കോളേഴ്സ് ആണെങ്കിലും ശരി, സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ട്, ഏർലി ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു ഏർലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിൻസെന്റ് എ സ്മിത്തിന്റെ വർക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലെസ് ഹോസ്റ്റൈൽ ടു ഇന്ത്യ ദാൻ മിൽ, സ്മിത്ത് nevertheless believed that it had a long tradition of oppressive despots, a tradition which ended only with the advent of the British. അപ്പോൾ ജെയിംസ് മില്ലിന്റെ അത്രയും ഇന്ത്യയോട് ഒരു ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു ശത്രുതാപരമായിട്ടുള്ള ഒരു മനോഭാവം ഒന്നും വിൻസെന്റ് എ സ്മിത്തിന് ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ ഒരു ലോങ് ട്രഡീഷൻ ഓഫ് ഒപ്രസീവ് ഡെസ്പോട്സിന്റെ ഭരണം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ പരാമർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ. ബ്രിട്ടീഷുകാരുടെ എൻട്രിയോട് കൂടിയാണ് ആ ഒരു ഒപ്രസീവ് ആയിട്ടുള്ള ഒരു ഭരണം
അവസാനിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ദി ഇംപ്ലിക്കേഷൻ വാസ് ദാറ്റ് ഇന്ത്യൻസ് വെയർ നോട്ട് ഫിറ്റ് ടു റൂൾ ദംസെൽസ്. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻസ് സ്വയം ഇന്ത്യൻ ഭരണം നടത്താൻ പ്രാപ്തരല്ല, അല്ലെങ്കിൽ അവർ അതിന് കഴിവുള്ളവരല്ല എന്നുള്ളൊരു ധ്വനി അതിനകത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻ കീപ്പിംഗ് വിത്ത് ദി മെയിൻ ട്രെൻഡ്സ് ഓഫ് കണ്ടംപററി ബ്രിട്ടീഷ് ഹിസ്റ്റോറിയോഗ്രഫി, സ്മിത്ത് ഗവ് മച്ച് അറ്റൻഷൻ ടു ഗ്രേറ്റ് മെൻ ഇൻ ഹിസ്റ്ററി. സ്മിത്ത് അദ്ദേഹത്തിന്റെ രചനകളിൽ മഹാന്മാർക്ക് കുറച്ചധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അലക്സാണ്ടർ, അശോകൻ, നമ്മുടെ അശോക ചക്രവർത്തി, ചന്ദ്രഗുപ്ത സെക്കൻഡ്, അക്ബർ തുടങ്ങിയ ഭരണാധികാരികളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഹീറോസ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ കൃതികളിലെ ഹീറോസ് ആയിരുന്നു. സ്മിത്ത് എക്സാജറേറ്റഡ് ദ റൂത്ത്ലെസ്നെസ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യൻ കിങ്സ്. അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യൻ കിങ്സിനെ കുറിച്ച് പറയുമ്പോൾ, പുരാതന ഇന്ത്യയിലെ രാജാക്കന്മാരെ, ഭരണാധികാരികളെ കുറിച്ച് പറയുമ്പോൾ അവർ കുറച്ചധികം റൂത്ത്ലെസ് ആയിട്ട് ജനങ്ങളോട് പെരുമാറിയിരുന്നു എന്നുള്ളത് ഒരു പരിധിയിലധികം അദ്ദേഹം എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതായിട്ട് കാണപ്പെടുന്നത് ആയിട്ട് പണ്ഡിതന്മാർ പറയുന്നു. വി എസ് സ്മിത്ത് ബിക്കെയിം ഫേമസ് as the author of the first complete history of India. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കംപ്ലീറ്റ് ഹിസ്റ്ററി രചിക്കുന്നത് വി എസ് സ്മിത്ത് ആണെന്നാണ് പറയപ്പെടുന്നത്. ഹി വാസ് കൺവേഴ്സന്റ് വിത്ത് ദി വെസ്റ്റേൺ നോഷൻസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി ആൻഡ് ഹിസ് മെത്തഡോളജി വാസ് സർട്ടൻലി മോഡേൺ. അദ്ദേഹത്തിന്റെ വർക്കുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അശോക ദ ബുദ്ധിസ്റ്റ് എംപറർ ഓഫ് ഇന്ത്യ, അക്ബർ ദ ഗ്രേറ്റ് മൊഗൾ, a history of fine art in India and Ceylon, catalogs of coins of India, and finally the Oxford history of India. അപ്പോൾ ഇത്രയും വർക്കുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. He also contributed many articles to various journals relating to Indian history, art, archaeology and numismatics. അപ്പോൾ ന്യൂമിസ്മാറ്റിക്സ്, നാണയ പഠനത്തിലാണെങ്കിലും ശരി, ആർക്കിയോളജിയുടെ മേഖലയിലാണെങ്കിലും ശരി, ആർട്ട്, ഇന്ത്യൻ ഹിസ്റ്ററി, ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ധാരാളം ജേർണലുകളിൽ പല പല ആർട്ടിക്കിളുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹി കെയർഫുള്ളി എക്സാമിൻഡ് ആൻഡ് അനലൈസ്ഡ് ദി ട്രഡീഷൻസ്, ടെയിൽസ് ആൻഡ് മിത്സ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ ടു ബിൽഡ് അപ്പ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അത് രചിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ ട്രഡീഷൻ ആണെങ്കിലും ശരി, ഇന്ത്യൻ ടെയിൽസ് ആണെങ്കിലും ശരി, മിത്തുകൾ, ലെജൻഡ്സ്, അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും അത് അനലൈസ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം അതിനെ ആശ്രയിച്ച് ഇന്ത്യൻ ചരിത്രം, ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി അദ്ദേഹം രചിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. So the corpus of literature generated by the British scholars in early India was not univocal, and it is possible to identify differences in the perceptions of individual authors. അപ്പോൾ ഈ ബ്രിട്ടീഷ് സ്കോളേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളുടെ രചന എന്ന് പറയുന്നത്, അപ്പോൾ ഏതാണ്ട് ഒരേ രീതിയിലുള്ള രചനയല്ല ഈ ബ്രിട്ടീഷ് സ്കോളേഴ്സ് ഒക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. പലരുടെയും കൺസെപ്റ്റിൽ, ആശയങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തോടും ഇന്ത്യൻ സംസ്കാരത്തോടുമുള്ള അവരുടെ സമീപനങ്ങളിൽ നമുക്ക് വ്യത്യാസം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ തന്നെ അവരുടെ ഒപ്പീനിയൻസിൽ വളരെ ഡിഫറൻ്റ് ആയിരുന്നു ഈ ഒരു ആശയത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിനോടുള്ള കാഴ്ചപ്പാടിൽ. Nevertheless, it remains true that the British wrote on early Indian history with a view to providing historical justification for the Raj and British Raj and its exploitation of Indian resources. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളുടെ അല്ലെങ്കിൽ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിക്ക് പിന്നിൽ ഉള്ള ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലെ സത്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ അതിനെ ന്യായീകരിക്കുക എന്നുള്ളതും, ഇന്ത്യൻ റിസോഴ്സസ് ചൂഷണം ചെയ്ത ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ നടപടികളെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതുമാണ് ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ പിന്നിലുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ദിസ് ക്വൈറ്റ് ഓഫൺ ലെഡ് ടു ഗ്രോസ് ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ജസ്റ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചരിത്രരചന ഇന്ത്യൻ ചരിത്രത്തെ ബേസ് ചെയ്ത് ഇവർ നടത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ എവിഡൻസസിനെ, ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള എവിഡൻസസിനെ വളരെയധികം ഡിസ്റ്റോർട്ട് ചെയ്യുകയുണ്ടായി ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ്. അതായത് അതിനെ വളച്ചൊടിക്കുകയും അതിനെ വികലമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്തത്.
Such portrayals are viewed as part of the Orientalist discourse in which Orientalism is interpreted as a Western style for dominating, reconstructing and for having authority over the Orient. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ഹിസ്റ്റോറിയോഗ്രഫിയിൽ നിന്നും അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗിൽ നിന്നും ഇന്ത്യയെ ഡൊമിനേറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തെ റീസ്ട്രക്ചർ ചെയ്യുന്നതിനും അതിനെ റീസ്ട്രക്ചർ ചെയ്യുകയും ഡൊമിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഓറിയന്റിന് മുകളിൽ പൗരസ്ത്യ ദേശത്തിന് മുകളിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് മുകളിൽ ഒരു അതോറിറ്റി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി കൊണ്ട്, അല്ലെങ്കിൽ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്നോ അല്ലെങ്കിൽ അതിനെ ഇംപീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വിളിക്കാം, രണ്ടും ഒന്നാണ്. അപ്പോൾ ഈ ഒരു കൊളോണിയൽ സ്റ്റൈൽ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി പിന്നീട് നമ്മുടെ നാഷണൽ ഹിസ്റ്റോറിയോഗ്രഫിക്ക് വഴിതെളിച്ചു എന്നുള്ളതും മറ്റൊരു വലിയ വസ്തുതയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇംപീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി അല്ലെങ്കിൽ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.